Hello guys, അപ്പോൾ നമ്മൾ ഇന്ന് ലാസ്റ്റ് ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്. ചെറിയൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളൂ. പ്രൊജക്റ്റിന്റെ കണ്ടന്റ്, പ്രൊജക്റ്റിന്റെ പ്രിപ്പറേഷൻ, ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളൂ, പഠിക്കാനായിട്ടുള്ളൂ. ഷുവറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിൽ ഏത് പ്രൊജക്റ്റ്. എന്താ മക്കളെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രൊജക്റ്റ് ക്യാൻ ബി ഡിഫൈൻഡ് as well thought out plan of action made to achieve a specific objective. നമ്മൾ ഒരു ഒബ്ജക്റ്റീവ് നേടാൻ നമുക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ട്, ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവ് ഉണ്ട്. ഇത് അച്ചീവ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ ഒരു പ്ലാൻ ഓഫ് ആക്ഷനെയാണ് പ്രോജക്റ്റ് എന്ന് വിളിക്കുന്നത്. ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു എയിം ഉണ്ട്. ആ എയിം നേടാനുള്ള നമ്മുടെ പ്ലാൻ ഓഫ് ആക്ഷനെയാണ് പ്രോജക്റ്റ് എന്ന് വിളിക്കുന്നത്. ഒരു പ്രോജക്റ്റിന്റെ സ്റ്റെപ്സ് എന്തൊക്കെ ആണ്? ഫസ്റ്റ്, ഐഡന്റിഫൈങ് എ പ്രോബ്ലം ഒരു പ്രൊജക്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു പ്രൊജക്റ്റ് മേക്കിങ്ങിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റിഫൈ എ പ്രോബ്ലം ഓർ ഏരിയ ഓഫ് സ്റ്റഡി. അതായത് നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യാൻ പോകുമ്പം നമ്മളൊരു പ്രോബ്ലത്തെ പറ്റിയാണല്ലോ സ്റ്റഡി നടത്തുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏത് ടോപ്പിക്കിനെയാണ് നമ്മൾ പറ്റിയാണ് പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ബിഗൈൻ ബൈ അണ്ടർസ്റ്റാൻഡിങ് ദ പർപ്പസ് ഓഫ് യുവർ പ്രൊജക്ട്. എന്തിനു വേണ്ടിയാണ് ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത്? ഏത് ടോപ്പിക്കാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്? ഏത് ഏരിയയിലാണ് നമ്മൾ സ്റ്റഡി നടത്തുന്നത് ആദ്യമേ ഐഡന്റിഫൈ ചെയ്യണം. വാട്ട് പ്രോബ്ലം ആർ ട്രൈങ് ടു ബി സോൾവ്. അതായത് നമ്മുടെ മുന്നിലേക്ക് ഒരു എൻവയോൺമെന്റ് ഒരു ഇഷ്യൂ, അതിനെ പറ്റിയാണ് നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നത്. നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നത് എന്താണ്? ആ ഇഷ്യൂ എങ്ങനെ സോൾവ് ചെയ്യാം, അതിന്റെ കോസ് കണ്ടുപിടിക്കുക, അതിന്റെ എഫക്റ്റ് കണ്ടുപിടിക്കുക, എങ്ങനെ സോൾവ് ചെയ്യാം. അതല്ലേ നമ്മൾ ആ പ്രൊജക്റ്റിലൂടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എന്താണ്, നമ്മൾ ഏത് പ്രോബ്ലത്തിനാണ് ഫേസ് ചെയ്യാനായിട്ട് പോകുന്നത്, ഏത് പ്രോബ്ലമാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് ടോപ്പിക്കാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് എന്ന് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ചോയ്സ് ഓഫ് എ ടാർഗറ്റ് ഗ്രൂപ്പ്. അതായത് നമ്മൾ സ്റ്റഡി ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസ് ആണ്, ആർക്കാണ് നമ്മൾ ഈ റിപ്പോർട്ട് കൊടുക്കുന്നത്? ഹൂ ഈസ് യുവർ ഇന്റൻഡഡ് ഓഡിയൻസ്? അതായത് നമ്മുടെ ഈ പ്രൊജക്ട് റിപ്പോർട്ട് നമ്മൾ ആർക്ക് വേണ്ടി ചെയ്യുന്നു? തിങ്ക് അബൌട്ട് ഹൂ വിൽ ബെനിഫിറ്റ് ഫ്രം യുവർ പ്രൊജക്ട് ഓർ ഹൂ നീഡ്സ് ദ ഇൻഫർമേഷൻ യു ആർ പ്രസന്റിങ്. അതായത് നമ്മൾ ഈ പ്രൊജക്ട് ചെയ്യുന്നു, ഈ പ്രൊജക്ട് ആർക്കാണ് ബെനിഫിറ്റ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഈ പ്രൊജക്ട് റിപ്പോർട്ട്, ഈ പ്രൊജക്റ്റിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ആർക്കാണ് യൂസ്ഫുൾ ആകുന്നത് എന്നത് സെക്കൻഡ് ഐഡന്റിഫൈ ചെയ്യുക. ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് നമ്മുടെ ടോപ്പിക് അല്ലെങ്കിൽ ഏരിയ ഓഫ് സ്റ്റഡി സെലക്ട് ചെയ്യുന്നു. ദെൻ നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസ്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്ട് ആർക്കാണ് ബെനിഫിറ്റ് ആകുന്നത് ഐഡന്റിഫൈ ചെയ്യുന്നു. ദെൻ ഡേറ്റ കളക്ഷൻ ഓഫ് ഡേറ്റ. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ചാപ്റ്റർ ഓർത്താൽ മതി. സെക്കൻഡ് ചാപ്റ്റർ കളക്ഷൻ ഓഫ് ഡേറ്റ. നമ്മൾ പ്രൊജക്ട് ചെയ്യാൻ പോവുകയാണ്, പ്രൊജക്റ്റിന് ആവശ്യമായിട്ടുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യുന്നു. കളക്ടിങ് റെലവൻറ്റ് ഇൻഫർമേഷൻ ഫ്രം റിലയബിൾ സോഴ്സസ് ഫോർ ദ പ്രൊജക്റ്റ്. നമുക്കിനി പ്രൊജക്റ്റിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ്, കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വിശ്വസനീയമായ സോഴ്സുകളിൽ നിന്ന്, റിലയബിൾ ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? നമുക്ക് ആവശ്യമുള്ള റെലവൻറ്റ് ഇൻഫർമേഷൻസ് റിലയബിൾ സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. അതെന്താണ്? ബുക്സുകളിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ആർട്ടിക്കിൾസിൽ നിന്നായിരിക്കാം, സർവേ വഴിയായിരിക്കാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡേറ്റ അനാലിസിസ് ആയിരിക്കാം. ഏതൊക്കെ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും ആ മെത്തേഡിൽ നിന്നൊക്കെ ഡേറ്റാസ് കളക്ട് ചെയ്യുക. റിലയബിലിറ്റി ഓഫ് സോഴ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സോഴ്സ്, അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷനെ റിലേ ചെയ്യാൻ പറ്റണം, വിശ്വസനീയമായിരിക്കണം, അതിനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റണം. കാരണം അതിനെ ബേസ് ചെയ്താണ് ബാക്കി നമ്മുടെ റിപ്പോർട്ടിംഗ് എല്ലാം പോകുന്നത്. റിലയബിലിറ്റി ഓഫ് ദ സോഴ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. പ്രോപ്പർ ഡോക്യുമെന്റ് ആർ എസെൻഷ്യൽ ഫോർ ഗുഡ് പ്രൊജക്ട്. ഡോക്യുമെന്റ്സ്, അതായത് ഡോക്യുമെന്റ് ചെയ്യണം. നമ്മൾ എല്ലാ കാര്യങ്ങളും ഡോക്യുമെന്റ് ചെയ്ത് പോകേണ്ടതായിട്ട് ഉണ്ട്. ദെൻ ഓർഗനൈസേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഡേറ്റ. നാലാമത്തെ സ്റ്റെപ്പാണ് ഓർഗനൈസേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഡേറ്റ. നമ്മൾ ഈ ഡേറ്റാസിനെ എന്ത് ചെയ്യണം? ഓർഗനൈസ് ചെയ്യണം, അതിനെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യണം. ഓർഗനൈസേഷൻ ചാപ്റ്റർ പഠിച്ചില്ലേ എങ്ങനെ ഡേറ്റാസിനെ ഓർഗനൈസ് ചെയ്യാമെന്ന്? ക്രിയേറ്റ് എ സ്ട്രക്ചർ ഫോർ എ പ്രൊജക്റ്റിന് ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാം, പ്രൊജക്റ്റിനെ ഒരു കൃത്യമായ രീതിയിൽ അറേഞ്ച് ചെയ്യുക. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് ഓഫ് ഡേറ്റ പഠിച്ചതല്ലേ? ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ ചാപ്റ്റർ പഠിച്ചതല്ലേ? അപ്പോൾ എന്താണ് ഇനി അടുത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക് അതാണ്, സ്ട്രക്ചറാണ് പഠിക്കാനുള്ളത്. ഒരു സ്ട്രക്ചർ അനുസരിച്ച് നമ്മുടെ പ്രൊജക്റ്റിനെ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക നമ്മുടെ പ്രൊജക്റ്റിന്. യു ഷുഡ് ഡിസൈഡ് ഹൗ യു വിൽ ഓർഗനൈസ് ഇൻഫർമേഷൻ. നമ്മൾ കളക്ട് ചെയ്ത ഇൻഫർമേഷനെ എങ്ങനെ ഓർഗനൈസ് ചെയ്യണമെന്ന് തീരുമാനിക്കുക. കോമൺ ഫോർമാറ്റ് ഇൻക്ലൂഡ് എസ്സേസ്, റിപ്പോർട്ട്, പ്രസന്റേഷൻ ഓർ ഈവൻ വിഷ്വൽ ഡിസ്പ്ലേസ്. അത് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രസന്റേഷൻ മെത്തേഡ് ഏതൊക്കെയാണ്? എസ്സേ ആയിട്ട്, റിപ്പോർട്ടുകളായിട്ട്, അല്ലെങ്കിൽ വിഷ്വൽ ഡിസ്പ്ലേസ്, ചാർട്ട്, പൈ ചാർട്ട്, അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. യൂസിങ് ഹെഡിങ്, സബ് ഹെഡിങ്സ് ആൻഡ് ബുള്ളറ്റ് പോയിന്റ് ടു മേക്ക് യുവർ കണ്ടന്റ് ക്ലിയർ ആൻഡ് ആക്സസിബിൾ. നമ്മൾ അവതരിപ്പിക്കുന്ന കണ്ടന്റ് ഏറ്റവും ഈസി ആക്സസ് ചെയ്യാനും ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ക്ലിയർ ആകാനായിട്ടും ഹെഡിങ്, സബ് ടോപ്പിക്, ബുള്ളറ്റ് പോയിന്റ്സ് ഒക്കെ അങ്ങനെ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക. അഞ്ചാമത്തെ സ്റ്റെപ്പാണ്
അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഏരിയ കണ്ടുപിടിച്ചു, സ്റ്റഡി ചെയ്യാനുള്ള ഏരിയ അല്ലെങ്കിൽ പ്രോബ്ലത്തിനെ ഐഡന്റിഫൈ ചെയ്തു, ടാർഗറ്റ് ഗ്രൂപ്പ് ഏതാണെന്ന് കണ്ടുപിടിച്ചു, ദെൻ ഡേറ്റ കളക്ട് ചെയ്ത ഡേറ്റാസിനെ ഓർഗനൈസ് ചെയ്തു, അത് പ്രസന്റ് ചെയ്യാനായിട്ട് റെഡിയാക്കി. പിന്നെ എന്ത് ചെയ്യണം, ഗ്രാഫ്, ചാർട്ട്, അതുപോലെയുള്ള മറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്, മീഡിയൻ അങ്ങനെയൊക്കെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കളക്ട് ചെയ്ത് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഡേറ്റാസിനെ പറ്റി അനലൈസ് ചെയ്യുക, അതിനെപ്പറ്റി ഇന്റർപ്രിട്ടേഷൻ എന്നുള്ള റിപ്പോർട്ട് തയ്യാറാക്കുക. ലാസ്റ്റ് സ്റ്റെപ്പ് കൺക്ലൂഷൻ ആണ്. സമ്മറൈസ് യുവർ ഫൈൻഡിങ്. അത് നമ്മുടെ ഫൈൻഡിങ്സ്, നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്തു, ഈ പ്രൊജക്റ്റിൽ നിന്നുള്ള നമ്മുടെ കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ എൻഡ് റിപ്പോർട്ടിലേക്ക് എത്തുക, കൺക്ലൂഷനിലേക്ക് എത്തുക. വാട്ട് ഡിഡ് യു ലേൺ? എന്താണ് നിങ്ങൾ ഇതിന് പഠിച്ചത്? ഈ ഒരു പ്രോബ്ലത്തിനെ പറ്റി, ഒരു ഏരിയയെ പറ്റി സ്റ്റഡി നടത്തി എന്ത് നമ്മൾ ലേൺ ചെയ്തു? ദെൻ വെദർ യുവർ പ്രൊജക്ട് അഡ്രസ് ദ ഇനിഷ്യൽ പ്രോബ്ലം ഓർ ക്വസ്റ്റ്യൻ. അതായത് നമ്മളൊരു പ്രോബ്ലം, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഇഷ്യൂ ആണ്, ആ പ്രോബ്ലത്തിനെ പറ്റിയാണ് സ്റ്റഡി ചെയ്തത്. ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അതിനെപ്പറ്റിയാണ് സ്റ്റഡി ചെയ്തത്. ആ പ്രോബ്ലത്തിനെ അഡ്രസ്സ് ചെയ്തു. അതായത് നമ്മുടെ എൻഡിലേക്ക് വന്നപ്പം ആ ഒരു പ്രോബ്ലത്തിനെ, ആ ഒരു ക്വസ്റ്റിനെ നമ്മുടെ പ്രൊജക്റ്റ് അഡ്രസ്സ് ചെയ്തോ? വെദർ ദ പ്രൊജക്ട് റിഫ്ലക്റ്റഡ് ഓൺ ദ സിഗ്നിഫിക്കൻസ് ഓഫ് യുവർ വർക്ക്. അതായത് നമ്മുടെ പ്രൊജക്റ്റ് സിഗ്നിഫിക്കൻ്റ്, നമ്മുടെ ആ ഒരു വർക്കിനെ എൻ്റെ സിഗ്നിഫിക്കൻസിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ? ദെൻ നമ്മുടെ ഈ പ്രൊജക്റ്റ് എക്സിസ്റ്റിംഗ് നോളജിലേക്ക്, അതായത് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ട് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ ചെക്ക് ചെയ്യുക. ഓക്കെ, ബിബ്ലിയോഗ്രഫി. എന്താണ് ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തത്, ഏതൊക്കെ സോഴ്സിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. കാരണം റെഫറൻസിന് വേണ്ടി നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ പ്രൊജക്റ്റിൽ വെച്ചു, നമ്മൾ അല്ലെങ്കിൽ ഒരു ഫാക്റ്റ് നമ്മളൊരു കാര്യം നമ്മുടെ റിപ്പോർട്ടിൽ എഴുതി, അത് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയത് എന്നറിയണമെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് ആ ഡേറ്റ സോഴ്സ് കളക്ട് ചെയ്തതെന്നൊക്കെ റെഫറൻസ് കൊടുക്കണം. നമ്മുടെ വിക്കിപീഡിയയിലൊക്കെ ആണെങ്കിൽ കാണും, എന്തെങ്കിലും ഇൻഫോർമേഷൻ കൊടുത്തതിൻ്റെ മേളിൽ 1, 2, 3 എന്നൊക്കെ നമ്പേഴ്സ് ഇങ്ങനെ കൊടുക്കാറുണ്ട്. അത് നമ്മൾ ആ നമ്പേഴ്സ് ഞെക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബിബ്ലിയോഗ്രഫി ഞെക്കി കഴിഞ്ഞാൽ സോഴ്സ് കിട്ടും, എവിടെ നിന്ന് ഇന്ന പറയുന്ന സ്റ്റേറ്റ്മെന്റ്, ഇന്ന ലൈനിൽ, അല്ലെങ്കിൽ നമ്മൾ ഇന്നൊരു സ്റ്റേറ്റ്മെന്റ് വെക്കാനായിട്ട് കാരണമായ സോഴ്സ് നമുക്ക് എവിടെ നിന്ന് കിട്ടി, അങ്ങനെ കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്. അതായത് ബുക്കുകളിൽ നിന്നാണോ, ആർട്ടിക്കിൾസിൽ നിന്നാണോ, വെബ്സൈറ്റ് ആണോ, ഇന്റർവ്യൂസ് ആണോ, എങ്ങനെ നമുക്ക് ഇൻഫോർമേഷൻ കിട്ടി, ആ സോഴ്സിനെ പറ്റി കൃത്യമായിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഫോളോ എ കൺസിസ്റ്റന്റ് സൈറ്റേഷൻ സ്റ്റൈൽ ടു ഗിവ് ക്രെഡിറ്റ് ടു ദ ഒറിജിനൽ ഓതേഴ്സ്. അതായത് നമ്മൾ നമ്മൾ പറയത്തില്ലേ, ക്രെഡിറ്റ്സ് ടു റെസ്പെക്റ്റീവ് ഓണർ, ക്രെഡിറ്റ്സ് ടു ഇന്ന ആള്. എന്താണ്, നമ്മളൊരു വേറൊരാളുടെ ഒരു ഇൻഫോർമേഷൻ, വേറെ ആൾ നടത്തിയ സ്റ്റഡി, വേറെ ആളുടെ ഇൻഫോർമേഷൻ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കൃത്യമായിട്ട് ക്രെഡിറ്റ്സ് കൊടുത്തിരിക്കണം, കാരണം അയാളെ മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, ഈ ഒരു അപ്പോൾ നമ്മൾ പ്രൊജക്ട് എന്താണെന്ന് പഠിച്ചു, പ്രൊജക്ട് മേക്കിങ്ങിന്റെ സ്റ്റെപ്പ് പഠിച്ചു. ലാസ്റ്റ് ടോപ്പിക് ഈ ചാപ്റ്ററിലെ സ്ട്രക്ചർ ഓഫ് പ്രോജക്ട് റിപ്പോർട്ട്. ഒരു പ്രോജക്ട് റിപ്പോർട്ടിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് നമ്മൾ പഠിച്ചില്ലേ? മൂന്നാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞ ഓർഗനൈസേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് വിൽ, എങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്, ഒരു പ്രൊജക്ട് റിപ്പോർട്ടിന്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ആണ് ഈ പറയുന്നത്. ഫസ്റ്റ് എന്താണ്, ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ഒരു പ്രൊജക്ട് റിപ്പോർട്ടിന്റെ സ്ട്രക്ചർ വരുമ്പോൾ ഫസ്റ്റ് ഇൻട്രോ ആണ് കൊടുക്കുന്നത്. ഇൻട്രൊഡ്യൂസ് ദ പ്രൊജക്ട് ടോപ്പിക് ഇൻ എ ബ്രീഫ്. അതായത് നമ്മൾ ചെയ്യുന്ന ടോപ്പിക്കിനെ പറ്റി, നമ്മൾ ഏത് പ്രോബ്ലം ആണോ, ഏത് ടോപ്പിക്കിനെ പറ്റിയാണോ ഡീൽ ചെയ്യുന്നത്, അതിനെ ഒരു ബ്രീഫ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ക്ലിയർലി ഡിഫൈൻ ദ പ്രൊജക്ട് ഗോൾസ് ആൻഡ് പർപ്പസ്. നമ്മൾ ഈ പ്രൊജക്ട് ചെയ്യുന്നതുകൊണ്ട് ബന്ധപ്പെട്ട ഗോൾസ് അല്ലെങ്കിൽ എന്തിനാണ് പ്രൊജക്ട് ചെയ്യുന്നത് അത് കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുക. ഇഫ് ദ ബാക്ക്ഗ്രൗണ്ട് നോളജ് ഈസ് റിക്വയർഡ് ടു കംപ്രഹെൻഡ് ദ പ്രൊജക്ട്, മെൻഷൻ ഇറ്റ്. അതായത് ബാക്ക്ഗ്രൗണ്ട് നോളജ്, എന്തിനു വേണ്ടി പ്രൊജക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രൊജക്റ്റിലേക്ക് നമ്മളെ നയിച്ച ഒരു മോട്ടീവ് അത് മെൻഷൻ ചെയ്യുന്ന അത്യാവശ്യമാണെങ്കിൽ മെൻഷൻ ചെയ്യുക. ദെൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ പ്രോബ്ലം. സെക്കൻഡ് സ്റ്റെപ്പ് ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ പ്രോബ്ലം. ക്ലിയർലി ഐഡന്റിഫൈ ദ ഇഷ്യൂ. അതായത് നമ്മൾ എന്ത് ഇഷ്യൂ ആണ് അഡ്രസ് ചെയ്യുന്നത് അത് കൃത്യമായിട്ട് ക്ലിയർലി ഐഡന്റിഫൈ ചെയ്യുക. ജസ്റ്റിഫൈ ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഓർ റെലവൻസ്. അതായത് നമ്മൾ എടുത്ത ടോപ്പിക്ക് അല്ലെങ്കിൽ നമ്മൾ അഡ്രസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ, പ്രോബ്ലം, അതിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ടോപ്പിക് എടുത്തു അതിനൊരു സ്റ്റേറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക. ഡ്രോ ദ അറ്റൻഷൻ ടു എനി ഒബ്സ്റ്റിക്കിൾസ് ദാറ്റ് റിക്വയർഡ് ഫയലിംഗ്. എന്തെങ്കിലും ഒബ്സ്റ്റിക്കിൾസ് നമ്മൾ നേരിടുന്നുണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് ഡ്രോ ചെയ്യുക. ഒബ്ജക്റ്റീവ്സ് ലിസ്റ്റ് സ്പെസിഫിക് ഗോൾസ് ഓർ ഔട്ട്കംസ്. മേക്ക് ഷുവർ യുവർ ഒബ്ജക്റ്റീവ്സ് ആർ മെഷറബിൾ ആൻഡ് അച്ചീവബിൾ. അതായത് നമ്മൾ ഈ പ്രൊജക്ട് ചെയ്തതിന് പിന്നിൽ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്, ഒരു ഗോൾ ഉണ്ട്. അതെന്തായിരിക്കണം? അത് മെഷറബിളും അച്ചീവബിളും ആയിരിക്കണം. അതായത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കണം. മാച്ച് ദ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് വിത്ത് ഒബ്ജക്റ്റീവ്സ്. പ്രോബ്ലം സ്റ്റേറ്റ്മെന്റും ഒബ്ജക്റ്റീവും തമ്മിൽ മാച്ചിങ് ആയിരിക്കണം. മെത്തോളജി എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ദ റിസർച്ച് ഡിസൈൻ. അതായത് നമ്മൾ യൂസ് ചെയ്ത ക്വാളിറ്റേറ്റീവ് മിക്സഡ് മെത്തേഡ്സുകൾ, നമ്മൾ യൂസ് ചെയ്ത മെത്തേഡ് ഏതൊക്കെയാണ്, നമ്മൾ ഈ റിസർച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതൊക്കെയാണ്, നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യാൻ യൂസ് ചെയ്ത മെത്തേഡുകൾ ഏതൊക്കെയാണ്, നമ്മൾ യൂസ് ചെയ്ത ടൂൾസ്, സോഫ്റ്റ്വെയർ, ടെക്നിക്സ്, ഇതൊക്കെ ക്ലിയർലി ഡിഫൈൻ ചെയ്യുക. അനാലിസിസ്. നമ്മുടെ അനാലിസിസിനെ പറ്റി റിപ്പോർട്ട് ചെയ്യണം. നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റാസ്, എവിഡൻസ്, അതിനെ അനലൈസ് ചെയ്യുക. ഗ്രാഫ്, ടേബിൾസ്, ചാർട്ട് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ റിസൾട്ടിനെ ഇലിസ്ട്രേറ്റ് ചെയ്യുക. ഇന്റർപ്രറ്റ് ദ ഫൈൻഡിങ് ആൻഡ് റിലേറ്റ് ദം ബാക്ക് ടു ദ ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ ഫൈൻഡിങ്സിന് ഇന്റർപ്രിട്ടേഷൻ നടത്തുക, അതിനെ ഒബ്ജക്റ്റീവ്സുമായിട്ട് കണക്ട് ചെയ്യുക.
ലിമിറ്റേഷൻസ്, അതായത് നമ്മുടെ ഈ വർക്കിൽ നമ്മൾ നേരിട്ട ലിമിറ്റേഷൻസ്, റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണ്, നമ്മുടെ വർക്കിൻ്റെ ക്വാളിറ്റിയിൽ സ്കോപ്പിൽ വന്ന റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണ്, ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, ഇൻഹെറിറ്റൻറ്റ് ലിമിറ്റേഷൻസ് ഒക്കെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. കൺക്ലൂഷൻ, നമ്മൾ അടുത്ത കൺക്ലൂഷൻ കൊടുക്കണം. റീക്യാപ്പ് ദ പ്രോബ്ലം, ഒന്നുകൂടെ ആ പ്രോബ്ലത്തിനെ എടുത്തു പറയുക. ഒബ്ജക്റ്റീവ്സ്, നമ്മുടെ കീ ഫൈൻഡിങ്സ്, ഇതെല്ലാം വീണ്ടും ഒന്നുകൂടെ എടുത്തു പറയുക. പിന്നെ എന്താണ്, നമ്മുടെ വർക്കിൻ്റെ സിഗ്നിഫിക്കൻസിനെ റിഫ്ലക്റ്റ് ചെയ്യുക. ദെൻ നമ്മുടെ ഈ റിസർച്ചിൽ, നമ്മുടെ ഈ സ്റ്റഡിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നും റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് മെയിൻലി ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത്. വളരെ ഈസി ചാപ്റ്ററാണ്. പ്രൊജക്റ്റ് പഠിക്കുക, പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ സ്റ്റെപ്പ് പഠിക്കുക. മേ ബി 5 മാർക്കിനും 8 മാർക്കിനും ചോദിക്കാം. പിന്നെ അതിൻ്റെ ആ സ്ട്രക്ചറിൻ്റെ മെത്തോളജി അല്ലെങ്കിൽ MCQs ചോദിക്കാം കേട്ടോ.